ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ കഴിഞ്ഞ ദിവസം നിഫ്റ്റി നമുക്ക് എന്ത് ട്രേഡാണ് തന്നിരിക്കുന്നത്, അടുത്ത ദിവസത്തേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ എന്ത് ലെവലുകളായിരിക്കാം നമുക്ക് ക്രമീകരിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച ട്രേഡ് എന്തായിരുന്നു നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റി തന്നിരുന്നത്. ഈ ലെവലിലായിരുന്നു നിഫ്റ്റി ഓപ്പൺ ആയത്. എന്നാൽ അവിടുന്ന് ആദ്യത്തെ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് കാൻഡിൽ പാറ്റേൺ അവർ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകിയത്. എന്നാൽ ഈ ഏരിയയിൽ എവിടെയായിരുന്നോ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് ആ ഏരിയയിൽ എത്തുമ്പോൾ വീണ്ടും ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റർ ചെയ്യാൻ കഴിഞ്ഞവർക്ക് കൃത്യമായ ഒരു ഫാള് ആണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ രേഖപ്പെടുത്തിയിരുന്ന 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേൺ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് ചിലരൊക്കെ എന്നോട് സംശയം ചോദിച്ചിരുന്നു നമ്മളുടെ കമന്റ് ബോക്സിൽ. അല്ലെങ്കിൽ അത് എപ്പോഴും വർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്നേ ദിവസം നമുക്ക് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേണിലോട്ട് നിങ്ങൾ മാറ്റി നോക്കിയാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അപ്വേർഡ് പോയി, പിന്നീട് അടുത്ത ക്യാൻഡിൽ എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, എവിടെ ക്ലോസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും പ്രൈസ് റിവേഴ്സ് ഏരിയയിൽ വരിക. ഒന്നുകിൽ അപ്വേർഡ് ആണ് പോകുന്നതെങ്കിൽ വീണ്ടും റിവേഴ്സ് ഏരിയയിൽ വരിക. അപ്പോൾ ലോ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യാതെ നിന്നുകൊണ്ട് ഏത് ഡയറക്ഷൻ തരുന്നോ അങ്ങോട്ടേക്ക് ട്രേഡ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അന്നേ ദിവസം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ അപ്വേർഡ് പോയി, അതിനുശേഷം ഒരു ഡിക്ലൈൻ തന്ന രണ്ടാമത്തെ 15 ക്യാൻഡിൽ ഡൗൺവേർഡ് സഞ്ചരിച്ചപ്പോൾ വീണ്ടും പ്രൈസ് ഉയർന്നു വരാൻ കാത്തുനിന്ന് നമ്മുടെ ഡിസ്കൗണ്ട് ഏരിയയിൽ പ്രൈസ് എത്തിയപ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഉയർന്നു വന്ന അതേ സമയത്ത് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഇവിടെ കൃത്യമായും നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ തരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇവിടെ തന്നെ ഒരു എൻട്രി എടുത്ത് ഈ ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് നൽകാമായിരുന്നു. അതാണ് പെർഫെക്റ്റ് സ്റ്റോപ്പ് ലോസ്. എങ്കിൽ പോലും കുറച്ചും കൂടി ധൈര്യത്തിന് വേണ്ടി നമുക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ഒരാൾക്ക് വെയിറ്റ് ചെയ്ത് ക്ഷമാപൂർവ്വം നല്ല ഒരു ട്രേഡിംഗ് സിറ്റുവേഷൻ ലഭിക്കണമെന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിന്നവർക്ക് കൃത്യമായ ഒരു ട്രേഡിംഗ് ലെവൽ തന്നു. ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നിന്നു. അവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ് ആദ്യം പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ്. അവിടെ തന്നെ നമ്മുടെ ഒരു സപ്പോർട്ട് സോൺ രേഖപ്പെടുത്തിയിരുന്നു. ആ ഏരിയയിലേക്ക് കൃത്യമായ ഒരു ഫാൾ തന്നതിന് ശേഷം വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിൽ അപ്വേർഡ് മൂവ് ചെയ്തു. എന്നാൽ അവിടെയും പിന്നീട് 1 മിനിറ്റ്, 3 മിനിറ്റ് പരിശോധിക്കുമ്പോൾ സെല്ലിംഗ് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. തുടർന്ന് നിഫ്റ്റി ഓരോ തവണയും ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ സഞ്ചരിക്കുകയാണ് ചെയ്തത്. നമ്മൾ രേഖപ്പെടുത്തിയ ഡൗൺ സൈഡിലോട്ട് രേഖപ്പെടുത്തിയിരുന്ന ഓരോ സപ്പോർട്ട് സോണുകളും തകർത്തുകൊണ്ട് നിഫ്റ്റി ഡൗൺ സൈഡിൽ തന്നെ വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യമായും 15 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ പാറ്റേൺ എന്ത് നൽകുന്നു മാർക്കറ്റ് ഇൻഡിക്കേഷൻ എന്ന് കാത്തു നിന്നവർക്ക് കൃത്യമായ ഒരു ട്രേഡിൽ എൻ്റർ ആവാനായിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്നവർക്ക്, ഒരു 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകളെ ശ്രദ്ധിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ഏരിയയിൽ നിന്നും ഒരു ട്രേഡ് കിട്ടി. വീണ്ടും ഇവിടെ വേണമെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ചവർക്ക് ഒരു ബൈ ലെവൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും ഇവിടെ വരെയും ടാർഗറ്റ് കിട്ടാം. എങ്കിലും ഒരു ഫാളിംഗ് ഡേ ആയതുകൊണ്ട് ഒരു ഫാളിംഗ് ഡയറക്ഷൻ തന്നെ കിട്ടുമോ, ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കിട്ടുമോ എന്ന് നോക്കുന്നതായിരുന്നു ഏറ്റവും ഉചിതം. അത്തരത്തിൽ ഇവിടെ എൻട്രി എടുത്തെങ്കിൽ അന്നേ ദിവസം അവർക്ക് നല്ല 1 ഡയറക്ഷൻ തന്നെ ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് ഉണ്ടാകാം. അപ്പ് ആൻഡ് ഡൗൺ കണക്കാക്കുമ്പോൾ ഏകദേശം 220 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നിഫ്റ്റി അന്ന് തന്നിരുന്നത്. എന്നാൽ അത് ഒരു 180 പോയിന്റിന്റെ ട്രേഡിംഗ് അവസരം ലഭിച്ചിട്ടുണ്ടാകാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അറ്റമണിയാണ് എടുക്കുന്നെങ്കിൽ മിനിമം 90 പോയിന്റിന്റെ ലാഭമെങ്കിലും അന്നേ ദിവസം 1 ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. എന്നാൽ ഇവിടെ ഒരു തവണ എൻ്റർ ചെയ്ത് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം വീണ്ടും സപ്പോർട്ട് സോണിൽ ഏകദേശം ഇവിടെ ഒരു റിവേഴ്സൽ, ഒരു കൺസോൾട്ടേഷൻ ഫീൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എടുക്കുകയെങ്കിലും ചെയ്തവർക്ക് വീണ്ടും നല്ല ഒരു എൻട്രി കൂടിയാണ് കിട്ടിയത്. അത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് ട്രേഡ് ചെയ്തവർക്ക് അതിൽ കൂടുതൽ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നിരിക്കുന്ന ലെവലുകളെ അപേക്ഷിച്ച് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 22,550 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി നമുക്ക് ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലോ ആണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 22,502 എന്ന ലെവലാണ്. 1 പോയിന്റ്, 2 പോയിന്റ് ഒക്കെ ബഫറിംഗ് ഇവിടെ ഉണ്ടാകാം. അപ്പോൾ ഈ ഏരിയയിൽ
ഇവിടെ ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. ഒരു ലോവർ സൈഡ് ഫുള്ളി ഷാഡോ ഉള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 22,550 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ സഞ്ചരിച്ചേക്കാം എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തുടർന്ന് വരുന്ന മൂവ്മെന്റുകളിൽ നമ്മൾക്ക് മുകളിലോട്ട് രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിക്കാം. അവ 22,564, 22,593, തുടർന്ന് 22,672, 687, 708 എന്നീ ലെവലുകളാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം എവിടെ നിന്ന് ഫാള് ചെയ്തോ അങ്ങോട്ടേക്ക് തന്നെ ഒരു റിവേഴ്സൽ കിട്ടിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഏരിയയിൽ നിന്നും നമ്മൾ ഇവിടെ റെസിസ്റ്റന്റ് ആൻഡ് സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഒരു തൊട്ടു മുകളിലുള്ള റെസിസ്റ്റന്റ് ലെവൽ, നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയ ലെവൽ ഏതാണോ അതുവരെ രേഖപ്പെടുത്തിയത്, ഒന്നുകിൽ അതുവരെ രേഖപ്പെടുത്തിയ ഹൈ, അതല്ലെങ്കിൽ തൊട്ടുമുകളിൽ രേഖപ്പെടുത്തിയ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്ന പ്രതീക്ഷ നമുക്ക് നൽകുന്നത് ഈ ലെവലിന് 22,502 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുമ്പോൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയാണ് എങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിനേക്കാളും താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ സഞ്ചരിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് താഴെ ഇവിടെ ചേർത്തിട്ടുള്ളത്. അവ 22,478, 22,424, 22,383, 22,346 എന്നിങ്ങനെയാണ്. ഈ 346 കുറച്ച് സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 22,300 ലെവൽ വീണ്ടും അടുത്ത സപ്പോർട്ടായി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ ചാനലിന്റെ അടിയിൽ തന്നെ നമ്മളുടെ വാട്സപ്പ് ചാനലിന്റെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണമെന്ന് തോന്നുന്ന പക്ഷം ആ ലിങ്കിൽ നിന്നും ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ നമ്മുടെ പഴയ പല വീഡിയോകളുടെയും അടിയിൽ പലരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് രേഖപ്പെടുത്തി കാണുന്നുണ്ട്. എങ്കിലും ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ പലർക്കും അത് വീണ്ടും ഷെയർ ചെയ്ത് കൊടുത്തു നോക്കുമ്പോൾ അവർക്കാർക്കും അതിൽ ജോയിൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് കാണുന്നില്ല. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ പരിശ്രമിക്കുക എന്നല്ലാതെ മറ്റൊരു ഉപാധിയും നിർദ്ദേശിക്കാൻ എനിക്കില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. തുടർന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 48,621 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 48,260 ആണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായും ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രൈസ് രേഖപ്പെടുത്തിയിരുന്ന ലോ എത്രയാണോ അത് 48,477 എന്ന ലെവലിൽ ഞാനൊരു സപ്പോർട്ട് ലെവൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഈ ഏരിയയിൽ ഓപ്പണായി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തുന്ന ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്ന ഡയറക്ഷൻ സെല്ലിംഗ് ആയതുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലോ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നും ഡൗൺവേർഡ് സൈഡിലോട്ട് പ്രൈസ് സഞ്ചരിച്ചേക്കാം. ഈ ഏരിയയിൽ 48,620 എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സപ്പോർട്ട് സോണിൽ ഒരുപക്ഷെ പ്രൈസ് സപ്പോർട്ട് എടുത്തേക്കാം. എന്നാലും
സെല്ലിംഗ് ഡയറക്ഷൻ ആണ്. ഈ ഏരിയയിൽ ഓപ്പൺ ആയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നതെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ലഭിച്ചേക്കാവുന്ന പ്രധാന ടാർഗറ്റ്, ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാന ടാർഗറ്റ് 48,260 എന്നാൽ അതിനടിയിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ തുടർന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്ന പക്ഷം ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അതായത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. ആ ലോയ്ക്ക് താഴെ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം ഡൗൺവേർഡ് ഡയറക്ഷണൽ പ്രൈസ് സഞ്ചരിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകളാണ് 48,160, 48,047, 47,895, 47,700 ലെവലുകൾ. എന്നാൽ ഈ 700 ലെവല് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം അല്പം റേഞ്ച് കൂടുതൽ മൂവ് ചെയ്യുന്ന ഇൻഡെക്സുകൾ ആയതുകൊണ്ട് 15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ത് ഡയറക്ഷൻ ആണോ നൽകുന്നത് അത് ബോധ്യമാകാൻ വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുകയായിരിക്കും ഏറ്റവും ഉചിതമെന്ന്. അങ്ങനെയെങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് അഥവാ പ്രൈസ് ആക്ഷൻ അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ആദ്യം നമുക്ക് ലഭിക്കേണ്ടത് 48,621 അഥവാ 48,670 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം തുടർന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ടാർഗറ്റുകൾ നമ്മൾക്ക് 48,770, 48,753, 48,890 എന്ന ലെവലുകൾക്ക് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം അതുവരെ അപ്പോൾ രേഖപ്പെടുത്തുന്ന ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വീണ്ടും ഹോൾഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ പ്രതീക്ഷിക്കുന്നത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലോട്ട് 49,000 എന്ന ഡയറക്ഷനിലോട്ട് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സെൻസെക്സ് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. സെൻസെക്സിൽ 74,400 ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന 400, 402, 405 എന്നീ ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 74,189 എന്ന ലെവലാണ്, അതായത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലോയാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ടായി ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, അതൊരു അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഒരു തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യണം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് 74,512, 74,590, 74,660, 74,797, തുടർന്ന് 74,905, 900 ലെവലുകൾ. ഈ ലെവലുകൾ വരെയും ടാർഗറ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 74,189 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് തന്നെ വീണ്ടും കാണിക്കുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ നിന്നിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങി ഹോൾഡ് ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രൈസ് സഞ്ചരിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കാം.
അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. അവ 74,096, 73,945, 73,785, 73,666, 73,478 എന്നീ ലെവലുകളാണ്. ഈ 73,478 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ട്രേഡിംഗ് ഉപയോഗത്തിനായി തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇവ നോക്കി പഠനാർത്ഥം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഈ വീഡിയോ ഗുണകരമാകുന്നുവെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അവയ്ക്ക് ഞാൻ എനിക്ക് സാധ്യമാകും വിധം കമന്റ് ബോക്സിലോ നമ്മുടെ വാട്സപ്പ് ചാനലിലോ ആയി മറുപടി നൽകുന്നതാണ്. അടുത്ത ദിവസം നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല ലാഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.